ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് 2 implies 3 എന്നുള്ളത് പ്രൂവ് ചെയ്യണം. എങ്ങനെ 2 implies 3 എന്നുള്ളത് പ്രൂവ് ചെയ്യാം? അതായത് നമ്മൾ അസ്യൂം ചെയ്യുന്ന എന്താണ്, G, the degree of each vertex of G is an even positive integer, then G is an edge disjoint union of cycles എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് അസ്യൂം ചെയ്യുക, ഡെൽറ്റ ഓഫ് G ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. എന്താണ്, ഓരോ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്നുള്ളതാണ് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അതായത് അതാണുള്ള ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മിനിമം ഡിഗ്രിയാണ്. ഒരു ഗ്രാഫിന്റെ മിനിമം ഡിഗ്രി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വെർട്ടെക്സിന്റെ ഡിഗ്രി എന്താണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്, G കണ്ടെയ്ൻസ് എ സൈക്കിൾ C1. ഓൾറെഡി പ്രൂവ് ചെയ്താണ്. നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എടുത്ത് വരച്ചു നോക്കിയാൽ അറിയാം. ഒരു 4 വെർട്ടെക്സ് ഉള്ള ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിന്റെ ഡിഗ്രിയും 2 ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്. എല്ലാത്തിന്റെ ഡിഗ്രിയും 2 ആണെങ്കിൽ അതെന്ത് ചെയ്യും, ഒരു സൈക്കിള് ഫോം ചെയ്യും. ഇതുകൊണ്ട് ഇത് ഡിഗ്രി 2 ആയിട്ട് സെറ്റ് ചെയ്യാൻ ഇപ്പൊ ഇതിന്റെ എത്രയാണ്, 4 ആണ്. മിനിമം ഡിഗ്രി 2 വരണം. അപ്പൊ മിനിമം ഡിഗ്രി 2 ഉണ്ടെങ്കിൽ എന്താണ്, ആ ഒരു ഗ്രാഫിൽ ഒരു സൈക്കിൾ ഉണ്ടാവും. അതുപോലെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് എടുത്ത ഗ്രാഫിൽ എന്താണ്, എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി എന്താണ്, ഈവൻ ആണ്. എല്ലാ വെർട്ടെക്സിന്റെയും ഡിഗ്രി ഈവൻ ആയിട്ടുള്ള ഒരു ഗ്രാഫാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, ഇൻ G മൈനസ് എഡ്ജ് ഓഫ് C1, G എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് എഡ്ജ് ഓഫ് C1 എന്ന് പറയുന്ന ഒരു സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ ഒരു സൈക്കിളിന്റെ എഡ്ജുകൾ റിമൂവ് ചെയ്യാം. ഇപ്പൊ സപ്പോസ് C1 എന്നുള്ള ഗ്രാഫ് ഈ ഒരു എഡ്ജ് ഇതായിട്ട് ഇതാണ് നമ്മുടെ C1 എന്ന ഗ്രാഫ് എന്ന് വിചാരിക്കാം. സപ്പോസ് ഇവിടെ എക്സെട്ര എന്നുണ്ട്, അതിൽ C1 എന്നുള്ളത് ഈ ഒരു ഇതായിട്ട് എടുക്കാം. C1 എന്ന് പറയുന്ന ഒരു സൈക്കിള്, ആ സൈക്കിള് ഈ ഒരു സൈക്കിളായിട്ട് എടുക്കാം. അപ്പൊ ഈ സൈക്കിളിന്റെ എഡ്ജുകൾ നമ്മൾ റിമൂവ് ചെയ്യാം. ഈ സൈക്കിളിന്റെ എഡ്ജുകൾ റിമൂവ് ചെയ്യാം. അപ്പൊ ഈ സൈക്കിളിന്റെ എഡ്ജുകൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരിക, ഈ എഡ്ജ് റിമൂവ് ചെയ്തു, ഈ എഡ്ജ് റിമൂവ് ചെയ്തു, ഈ എഡ്ജ് റിമൂവ് ചെയ്തു, ഈ എഡ്ജും റിമൂവ് ചെയ്തു. അപ്പൊ എന്താണ് അത്, അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഐസൊലേറ്റഡ് വെർട്ടെക്സ് ഉണ്ടെങ്കിൽ in G minus C1 remove the isolated vertex if there are any. ഈ എഡ്ജുകൾ റിമൂവ് ചെയ്തിട്ട് ഏതെങ്കിലും, അതാണല്ലോ G മൈനസ് എഡ്ജ് ഓഫ് C1, G മൈനസ് എഡ്ജ് ഓഫ് C1 എന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും വെർട്ടെക്സ്, ഇവിടെ എന്താണ് ഈ രണ്ട് വെർട്ടെക്സുകളും ഐസൊലേറ്റ് ചെയ്യും അല്ലെ. ഈ എഡ്ജുകളൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് വെർട്ടെക്സുകളും ഐസൊലേറ്റ് ചെയ്യും. ആ രണ്ട് വെർട്ടെക്സുകൾ റിമൂവ് ചെയ്യാം. അപ്പൊ ബാക്കി വരുന്ന, അപ്പൊ ഈ രണ്ട് G എന്ന് പറയുന്ന ഗ്രാഫിൽ നിന്ന് ഈ രണ്ട് വെർട്ടെക്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബാക്കിയുള്ള G minus C1 remove the isolated vertex if there are any, let the resulting subgraph of G be G1. അങ്ങനെ വരുന്ന റിസൾട്ടിംഗ് സബ്ഗ്രാഫിനെ നമ്മൾ എന്ത് വിളിച്ചു, G1 എന്ന് വിളിച്ചു. G1 രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ G1 എംറ്റി ആവാം അല്ലെങ്കിൽ നോൺ എംറ്റി ആവാം. കാരണം ജസ്റ്റ് നമ്മുടെ സൈക്കിൾ ഇത് മാത്രമാണ്, ഇങ്ങനെ ഒറ്റ ഗ്രാഫ് ആണെന്ന് നോക്കുക. അപ്പൊ ഇവിടുന്ന് C1 ഉള്ള എല്ലാ ഇതും ആയി കഴിഞ്ഞാൽ G1 എന്ന് പറയുന്നത് എംറ്റി ആവും. അപ്പൊ ഒന്നുകിൽ എംറ്റി ആവാം അല്ലെങ്കിൽ നോൺ എംറ്റി ആവാം. If G1 is non empty, എന്ത് പറയാം നമുക്ക്, each vertex of G1 is again of even positive degree. ഓരോ വെർട്ടെക്സ് എന്താവും, വീണ്ടും ഈവൻ പോസിറ്റീവ് ഡിഗ്രി ആവും. അപ്പൊ ഡെൽറ്റ ഓഫ് G1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവും. ഡെൽറ്റ ഓഫ് G1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണെങ്കിൽ എന്താണ്, വീണ്ടും G1 എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും, ഒരു സൈക്കിൾ C2 എന്നുള്ളത് കണ്ടെയ്ൻ ചെയ്യുന്നു. ഇങ്ങനെ ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പോരുമ്പോൾ ഇറ്റ് ഫോളോസ് ദാറ്റ് ആഫ്റ്റർ എ ഫൈനൈറ്റ് നമ്പർ R ഓഫ് സ്റ്റെപ്സ് G മൈനസ് എഡ്ജ് ഓഫ് C1 യൂണിയൻ എക്സെട്ര യൂണിയൻ CR ഈസ് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം കിട്ടും. അതിന്റെ മീനിങ് എന്താ, that implies G is the edge disjoint union of the cycles C1, C2, etc. CR. അപ്പൊ എന്താണ്, 2 implies 3 എന്നുള്ളതും പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, 3 implies 2 എന്നുള്ളത്